ഒരുപാട് ഡിസിഷൻ ഉണ്ട്. എപ്പസ് കോർട്ടിന്റെ ഉണ്ട്, കേരള ഹൈക്കോർട്ടിന്റെ ഡിവിഷൻ ബെഞ്ച് ഡിസിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് റിയലി അവേർഡ് ബൈ മീ. Ashraf BP versus State of Kerala 2018 KHC 164. Ashraf BP versus State of Kerala 2018 KHC 164. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എക്സ്ക്ലൂസീവ് നോളജ്. ബാക്കിയുള്ള ഫോർമാലിറ്റി എല്ലാം അവിടെ ഇരിക്കട്ടെ. ഷുഡ് ബി എ സ്റ്റേറ്റ്മെന്റ് ഓർ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ ദ അക്യൂസ്ഡ് വൈൽ അണ്ടർ പോലീസ് കസ്റ്റഡി. And in furtherance of the disclosure statement, the dictation of a new fact. ചിലപ്പോൾ കത്തിയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും. ഇപ്പോൾ കത്തിയും ആയുധവും തന്നെ വേണമെന്നില്ല. ഡിസ്കവറി ഓഫ് എ ഫാക്ട്, not an object. But discovery of an object is also a fact. Adana, you got the difference? Okay. അപ്പോൾ എക്സ്ക്ലൂസീവ് നോളജ് കഴിഞ്ഞു, ഓണർഷിപ്പ് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് 27. മൂന്നാമത്തത് എന്തായിരിക്കും? It should be an incriminating object. What is discovered, detected or revealed should be an incriminating object. What do you mean by incriminating object? It should have some nexus with the alleged incident. There should be linkage with the fact discovered and the commission of offense. ഇപ്പൊ ഒരിടത്ത് നിന്നിട്ട് ഒരു കടാര കണ്ടെടുത്തു, അല്ലെങ്കിൽ ഒരു വെട്ടുകത്തി കണ്ടെത്തി, അതുകൊണ്ട് മാത്രം നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും ദിസ് ഈസ് ദ വെപ്പൺ യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ഒഫൻസ്. ഒരിക്കലും ഒക്കില്ല. അതിന് there should be a nexus in between the alleged incident and the weapon or discovery of the fact in furtherance of the disclosure statement. അതാണ് ഇരിക്കുന്നത്. അതിനെ പറയുന്നത് that's incriminating factor. It should be something connected with the commission of offense. അതിനുവേണ്ടിയാണ് കത്തിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോ, ഹ്യൂമൻ ബ്ലഡ് ആണോ, ഗ്രൂപ്പിംഗ് ഉണ്ടോ, ഇതിനൊക്കെ അയക്കുന്നത്. സോ ആസ് ടു കണക്ട് വിത്ത് ദ ക്രൈം. ഇപ്പം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തുമ്പോൾ, അതല്ലെങ്കിൽ ഇഞ്ചേർഡ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഡെത്ത് കേസ് എന്ന് വെച്ചു, അപ്പൊ വിസറ കളക്ട് ചെയ്യും. വിസറ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. ഈ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമ്മൾ മൊത്തത്തിൽ കളക്ട് ചെയ്യുന്ന, ഈ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനുള്ള സിംഗിൾ വേർഡാണ് വിസറ എന്ന് പറഞ്ഞത്. ഇൻക്ലൂസീവ് ഓഫ് ബ്ലഡ് സാമ്പിൾ. ബ്ലഡ് സാമ്പിൾ എടുക്കും, അതും കൊടുക്കും. അപ്പോൾ ആ ബ്ലഡ് സാമ്പിളും ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയ അല്ലെങ്കിൽ റിക്കവർ ചെയ്ത വെപ്പണിലെ ബ്ലഡ് സാമ്പിളും നോക്കുമ്പോൾ ഒരേ ഗ്രൂപ്പിനാണ്. ഹ്യൂമൻ ബ്ലഡ് ഒന്നും മാത്രം പോരാ, ഗ്രൂപ്പിംഗ് ഉണ്ടായിരിക്കണം. അതിന്റെ pH ഫാക്ടർ അല്ലേ, pH ഫാക്ടർ എന്നല്ലേ പറയാം, RH ഫാക്ടർ, ഇതൊക്കെ അതിനകത്ത് ഉണ്ടാവണം. ആ നെക്സസ് ക്ലിയർ ആവണമെങ്കിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. Conviction can be laid on that single evidence. That is a settled legal position. Got the point? 27 റിക്കവറി ക്ലിയർ ആണെങ്കിൽ, അതിൽ ഇൻക്രിമിനേറ്റിംഗ് ഒബ്ജക്റ്റ് ആണെങ്കിൽ, ആ റിക്കവറി എന്ന് പറയുന്നത് if it is in accordance with the mandate under section 27, necessarily a conviction can be placed on that evidence without corroboration. But it is always advisable to seek corroboration, even in the case of single evidence in the form of 27 recovery. It is a duty of the court to seek further corroboration. Advisable is not a mandate, advisable for the court to seek further corroboration. അപ്പോൾ 27 റിക്കവറിയിൽ 3 ആസ്പെക്ട് വന്നു. എന്തൊക്കെയാണ്? എക്സ്ക്ലൂസീവ് നോളജ്. വാട്ട് ഈസ് എക്സ്ക്ലൂസീവ് നോളജ്? ഞാൻ അത് പറഞ്ഞില്ല.
Exclusive knowledge. CRPC, you know that several provision is there even for conducting search in the occurrence place. സെക്ഷൻ 11 വരുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. സെക്ഷൻ 11 പരിവിലാണ് വരുന്നത്. ബസ് തയ്യാറാക്കുന്നത്, ലൊക്കേഷൻസ്, ടയർ മാർക്ക്, ആക്സിഡന്റ് ടയർ മാർക്ക്, എവരിത്തിങ്, അതെല്ലാം സെക്ഷൻ 11 വരുന്നത്. അപ്പൊ സീസൺ മാസം പ്രിപ്പയർ ചെയ്യും. സീസൺ മാസം പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എക്സ്ക്ലൂസീവ് നോളജിൽ നിന്നുള്ള കാര്യമായിരുന്നു. 106 എക്സ്ക്ലൂസീവ് നോളജ് അല്ല. യു ഗോട്ട് ദ പോയിന്റ്. എക്സ്ക്ലൂസീവ് നോളജ് ഫോർ ദ പർപ്പസ് ഓഫ് ദ അക്യൂസ്. കാര്യം എന്ന് പറഞ്ഞു, ദാറ്റ് മെറ്റീരിയൽ ഓബ്ജക്ട് ഓർ ഫാക്ട് shall not be a one easily traceable by the investigation. That's the principle. You got the point? Every fact or every dictation or recovery cannot brought under the purview of section. ഇപ്പം സംഭവം നടന്ന സ്ഥലത്ത് ഒരു മോഷണം നടന്നു കഴിഞ്ഞ് പോലീസ് ഓഫീസറിന്റെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ് ടു കണ്ടക്ട് എ സെർച്ച് ഓൺ ദ ഹൗസ് ഓഫ് ദ അക്യൂസ്. അയാളുടെ വീട്ടിലാണ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇയാളെ കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം എക്സ്ക്ലൂസീവ് നോളജ് അല്ലത്. നോർമലായിട്ട് ഈസിലി ഡിറ്റക്റ്റബിൾ ആണ്. Easily detectable in the sense that if there is a proper search was conducted by the investigation, could have been revealed. You got the point? അങ്ങനെയുള്ള ഒന്നും 27 റിക്കവറിയിൽ അതിനാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞത്. എക്സ്ക്ലൂസീവ് നോളജ്. It must be known to the accused alone. എന്നാലേ ആ ഡിസ്കവറിക്കുള്ള ലീഗൽ സാങ്ക്ടിറ്റി എടുത്തോളൂ. ഗോട്ട് ദ പോയിന്റ്. ഇനി 4ാമത്തെ ഇൻഗ്രീഡിയന്റ് മനസ്സില്ല. കൺസീൽഡ് എന്ന് പറയുന്നത് ആ എക്സ്ക്ലൂസീവ് നോളജുമായിട്ട് കണക്റ്റഡ് ആണ്. എക്സ്ക്ലൂസീവ് നോളജ് ടച്ച് ചെയ്ത് പറയേണ്ടതാണ്. സപ്പോസ് ദാറ്റ് എ മെറ്റീരിയൽ ഓബ്ജക്ട് ലൈങ് ഓപ്പൺ ഇൻ എ ഓപ്പൺ ഗ്രൗണ്ട്. കടാര ഓപ്പൺ ഗ്രൗണ്ടിൽ വലിച്ചെടുത്തു. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ടു ദ അക്യൂസ്ഡ് വേർ ഇറ്റ് വാസ് ത്രോൺ. അത് കൺസീൽഡ് ആയിട്ടല്ല കിടക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് വിത്തിൻ ദ എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് ദ അക്യൂസ്. Necessarily the statement, disclosure statement will come under the purview of section 27. അപ്പോൾ വളരെ സ്ട്രോങ് എവിഡൻസ് ആണ് സെക്ഷൻ 27. അപ്പൊ ആദർഷിപ്പിന്റെ ചേഞ്ച് വന്നത് മനസ്സിലായി. ഇറ്റ് ഷുഡ് ബി റെഡ് അലോങ് വിത്ത് സെക്ഷൻ ലയബിലിറ്റി അണ്ടർ സെക്ഷൻ 106. ഓക്കെ, സെക്ഷൻ 27. ഇനി സെക്ഷൻ 27 എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ചോദിക്കാറുണ്ടോ? ബാക്കി താഴോട്ടുള്ള പിറകിലോട്ടുള്ള സെക്ഷൻസ് ഉണ്ട്, മുന്നിലോട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ടുള്ളത് ആദ്യം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ 32, ഡൈൻ ഡിക്ലറേഷൻ. ഡൈൻ ഡിക്ലറേഷൻ. ഡൈൻ ഡിക്ലറേഷൻ ഈസ് ഓൾസോ എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡൈൻ ഡിക്ലറേഷൻ. ഡൈൻ ഡിക്ലറേഷൻ 32 1A അല്ലേ? 32(1)A. നോക്കുക, സെക്ഷൻ 32 എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് വേരിയസ് ഏർലിയർ സ്റ്റേറ്റ്മെന്റ്. അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, കണ്ടു കിട്ടാത്ത ഒരാൾ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആള്. ഇതൊക്കെയാണ് പറയുന്നത്. ആ സെക്ഷനിൽ നോക്കിയോ, 1A ആണോ? ഇസ് ഇറ്റ് 1A or 1? Yes, please. ഒരുപാട് കാര്യങ്ങൾ അതിൽ. ഫസ്റ്റ് വൺ, when it relates to cause of death, അതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ്. ഡൈൻ ഡിക്ലറേഷൻ മസ്റ്റ് ബി പെർട്ടൈനിങ് ടു ദ കോസ് ഓഫ് ഡെത്ത്. കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഹൂസ് കോസ് ഓഫ് ഡെത്ത്? ഹൂസ് കോസ് ഓഫ് ഡെത്ത്? 2 പേർക്ക് മുറിവ് പറ്റി, ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുക, മരിക്കാൻ കിടക്കുക, അയാളെ വെട്ടിയതും കുത്തിയതും ഒക്കെ വേറെ ആൾക്കാരാണ്. ഓക്കെ, ഈ രണ്ടാമത് കിടക്കുന്ന ആള് അയാൾ പറയുക, അയാൾ മരണക്കിടക്കത്തിൽ കിടന്നവരാ, ഡെത്ത് ബെഡിലാണ് പറയുന്നത്, സിങ്കിങ് സ്റ്റേജിൽ പറയുന്നതാണ്. ആ സമയത്ത് കള്ളം പറയുന്നില്ല എന്നുള്ളതാണ് പ്രിസംപ്ഷൻ. അതുകൊണ്ടാണ് ഈ ബിലേറ്റഡ് ഡൈൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് വെരി ബിഗ് പീസ് ഓഫ് എവിഡൻസ്. ബിലേറ്റഡ് ആകുമ്പോൾ ഇറ്റ് വിൽ അക്വയർ ദ ക്യാരക്ടർ ഓഫ് ട്യൂട്ടഡ് വെർഷൻ, കമ്പൽഡ് വെർഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് തോട്ട്, ആഫ്റ്റർ തോട്ടിന്റെ റിസൾട്ട് ആവും.
അപ്പൊ ആ പോസിബിലിറ്റി എല്ലാം റൂൾ ഔട്ട് ചെയ്യണം. മാത്രമല്ല, ഇറ്റ് മസ്റ്റ് ബി എ വൺ ഗിവൺ വൈൽ ഹി വാസ് ഇൻ എ സൗണ്ട് സ്റ്റേജ് ഓഫ് മൈൻഡ്. സൗണ്ട് സ്റ്റേജ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 84 അല്ല. ഹി ഷുഡ് ബി ഓറിയന്റഡ്, കോൺഷ്യസ്. ഇപ്പൊ ബേൺ ഇഞ്ചുറി 80% ഹലൂസിനേഷൻ വരും. ആ സമയത്ത് പറയുന്നത് ഡൈൻ ഡിക്ലറേഷൻ പലപ്പോഴും നമ്മൾ തള്ളുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ ഹാലൂസിനേഷൻ ബ്രെയിനിലേക്ക് ഇത് അഫക്റ്റ് ചെയ്യും. അപ്പൊ എവരി ഡിക്ലറേഷൻ cannot brought under the purview of dying declaration. He must be conscious. പിന്നെ the chances of tutoring, അത് എപ്പോഴും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം by relying on dying declaration. ഇപ്പൊ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് മോർ ദാൻ 1 ഡൈൻ ഡിക്ലറേഷൻ ആവാം. ചില കേസിൽ 7 വന്നിട്ട് 7 ഡൈൻ ഡിക്ലറേഷൻ 7. ഇതിൽ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ബിലേറ്റഡ് ആവുന്ന തോറും അതിന്റെ എവിഡൻഷ്യൽ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഫസ്റ്റാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. കുറച്ചുകൂടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സപ്പോസ് ദാറ്റ് ഇറ്റ് വാസ് ഗിവൺ ബേണിംഗ് കേസ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് ഗിവൺ while her husband was present or at the immediate presence of the husband. Later on, ആദ്യം പറഞ്ഞ ഞാൻ തന്നത്തെ ഒഴിച്ചതാണ്. സെക്കൻഡ് ഡൈൻ ഡിക്ലറേഷൻ കൊടുത്തു, നോട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഹർ ഹസ്ബൻഡ്. അപ്പോഴും പറഞ്ഞ് ഇത് ഞാനല്ല ഒഴിച്ചത്, എൻ്റെ ഭർത്താവാണ് ഒഴിച്ചത്, അങ്ങനെയാണ് കത്തിച്ചത്. ഏതാ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? അതാണ് ഡൈൻ ഡിക്ലറേഷൻ. ഷുഡ് ബി ഫ്രീ ഫ്രം എനി കൊയേഷൻ, കമ്പല്ലിംഗ് റീസൺ. മനസ്സില്ല, വോളണ്ടറി ആയിരിക്കണം. The eternal character, it should be a voluntary one, voluntarily given. When her husband is very much present there, and when it was given at the immediate presence of the husband, it will alter his character. A voluntary എന്നുള്ള ആ ക്യാരക്ടർ പോകും. Got the point? Voluntary എന്നുള്ളത് അവിടെ വരില്ല. അതുകൊണ്ട് ഫസ്റ്റ് വൺ അല്ല, സെക്കൻഡ് വൺ. ദാറ്റ് ഈസ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ഞാനല്ല വേരിയസ് ഡിസിഷൻ ഇതിൽ എപ്പോഴും സഫിഷ്യന്റ് കൊറോബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൂൾ ഓഫ് കാഷനാണ്. റൂൾ ഓഫ് കാഷനാണ് എപ്പോഴും ഡൈൻ ഡിക്ലറേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആണ്. ഇനി ഫസ്റ്റ് ചോദിച്ചത് 2 പേര് കിടക്കുന്നു, ഒരാൾ മരിച്ചു, വേറൊരാൾ അവിടെ കിടക്കുന്നു, 2 ഇൻസിഡന്റ്. ഈ രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളിന്റെ മരണകാരണത്തെ പറ്റി പറയാ. ഗോട്ട് ദ പോയിന്റ്? ഞാൻ ചോദിച്ചു, ആസ് ടു ദ കോസ് ഓഫ് ഡെത്ത്, ഹൂസ് ഡെത്ത്? ദിസ് ഈസ് എറ്റനൽ റിലവന്റ് പോയിന്റ്. ഇപ്പോൾ ഇത് സബ്സിക്വന്റ് ആയിട്ട് ഇവോൾവ് ചെയ്തു വന്നതാണ്. ഹൂസ് ഡെത്ത്? It must be related to the cause for his own death. Got the point? Shall not be pertaining to the death of any other person. If you want to bring the matter within the sweeper section 32(1), you'll have to satisfy that the statement was given by that person with respect to the cause of his own death. Dying declaration. അപ്പോൾ ഒരു സംശയം, നെക്സ്റ്റ് ഒരാൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി കൊടുക്കുക, എൻ്റെ അയൽക്കാരൻ ഇന്നാര് മിസ്റ്റർ ശ്രീരാജേന്ദ്രൻ എന്നെ കൊല്ലുന്നു പേടിക്കുന്ന പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുക. യു ഗോട്ട് ദ പോയിന്റ്? പിറ്റേന്ന് തന്നെ ആ സംഭവം നടക്കണം. അതല്ലെങ്കിൽ ഇദ്ദേഹം ഹൈക്കോടതി വരുന്നു വിചാരിക്കാം, പോലീസ് പ്രൊട്ടക്ഷൻ തരണം, എന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരണം. പോലീസ് പ്രൊട്ടക്ഷൻ കൺസിഡർ ചെയ്ത് നോട്ടീസ് പോയപ്പോൾ പിറ്റേന്ന് തന്നെ ഇയാൾ കയറി മറ്റേ ആള് തട്ടിയെന്ന് വിചാരിക്കുക. Can it be brought under the purview of dying declaration section 32? If not, why? Anybody, please? It cannot be, because dying declaration the nature of it is always shall not be a one antecedent to the cause of injury.
shall not be an antecedent or act or information, whatever it may be, shall not be an antecedent one before the commission of offense. Though it is permissible, can be given even simultaneously at the occurrence place and time and place. That will also come under the purview of dying declaration. മാറ്റില്ല. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ shall not always be a verbatim recording. വെർബാറ്റം റെക്കോർഡിംഗ് ആയിരിക്കണം. ചില ഡോക്ടേഴ്സ് ഉണ്ട്, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നാണ് ചെയ്തതെന്നും പറഞ്ഞു. അങ്ങനെയല്ല. അയാൾ എന്താ പറയുന്നത്? എന്നെ ഇന്ന് രാത്രി 10 മണിക്ക് അടുത്തുള്ള വീട്ടിലെ സോമരാജൻ അറ്റാക്ക് ചെയ്തു. ഞാനല്ല കേട്ടോ, ശരിക്കട്ടെ, മനസ്സിലായി? അത് അങ്ങനെ തന്നെ എഴുതണം. വാട്ട് ഈസ് സ്പോക്കൺ ടു ബൈ ദ വിക്ടിം should be recorded in verbatim. അതാണ് ഫസ്റ്റ് പീസ് ഓഫ്. മറ്റത് റിലയബിൾ അല്ലെന്നല്ല എൻ്റെ അർത്ഥം. മറ്റത് റിലയബിൾ ആണ്, പക്ഷെ അതിന് പിന്നെ എക്സാമിനേഷനും മറ്റുള്ള പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. യു ഗോട്ട് ദ പോയിന്റ്. ഇനി മൂന്നാമത്തെ കാര്യം കൂടെ ഉണ്ട്, ഡൈങ് ഡിക്ലറേഷൻ്റെ തന്നെ. ബിലേറ്റഡ് പറഞ്ഞു, മോർ ദാൻ വൺ ഡൈങ് ഡിക്ലറേഷൻ പറഞ്ഞു. എന്താണ് അടുത്തത്? ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം കോൺഷ്യസ് ആയിരിക്കണം, ഹലൂസിനേഷനിലൊന്നും ആയിരിക്കരുത്, പിന്നെ ട്യൂട്ടറിങ്ങിനുള്ള ചാൻസ് ആവരുത്, ബിലേറ്റഡ് ആവരുത്, പിന്നെ ഇറ്റ് ഷാൽ നോട്ട് ബി ഇൻ ദ പ്രസൻസ് ഓഫ് കൾപ്രിറ്റ്സ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇനി ഡൈങ് ഡിക്ലറേഷൻ sole basis of our conviction, whether it can be sole piece of evidence, strong. എപ്പസ്കോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ യെസ്, ദ ആൻസർ ഈസ് യെസ്. ഡൈൻ ഡിക്ലറേഷന്റെ ബേസിസിൽ തന്നെ കൺവിക്ഷൻ ആവാം വിത്തൗട്ട് കൊറോബറേഷൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം കോഷൻ ദാറ്റ് ദ കോർട്ട് മസ്റ്റ് ആൾവേസ് സീക്ക് കൊറോബറേഷൻ. ദാറ്റ് ഈസ് advisable. ഞാൻ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആണെന്ന് പറഞ്ഞു ഡൈൻ ഡിക്ലറേഷൻ്റെ. പിന്നെ ഈ ഡൈൻ ഡിക്ലറേഷൻ്റെ ഒരു പ്രത്യേകത അറിയാവോ? ഇറ്റ്സ് an exception to hearsay evidence. ഹിയർസേ ആണത്. 27 അത് ഹിയർസേ എവിഡൻസിന്റെ എക്സെപ്ഷൻ ആണ് when statement is given. ഓക്കെ, ഹിയർസേയുടെ എക്സെപ്ഷൻ ഇത് രണ്ടും. Should be voluntary. It should be to the permissible limit, verbatim translation, and he should be conscious and mentally stable. And he shall not be a, need not be a, and shall not be a full test of what actually happened. ഡൈങ് ഡിക്ലറേഷൻ്റെ ഒരു ജസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിൽ വരുന്ന ഒരു കാര്യം, ഒരു ഡൈങ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ 4 പേജ് നിറയെ എഴുതി വെച്ചിരിക്കുക. 4 പേജ്. രാവിലെ 8 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് തുടങ്ങി, കംപ്ലീറ്റ് കഴിയും. 4 ഞാൻ ചുരുക്കിയത് ഒരു 9 പേജാണ്. 9 പേജസ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, സർവ്വതും പറഞ്ഞതിനൊക്കെ. അപ്പൊ കോൺഷ്യസ് ആണ്, സ്റ്റേബിൾ ആണ്, സർട്ടിഫിക്കേഷൻ, ഡോക്ടർ സർട്ടിഫിക്കേഷൻ ഉണ്ട്, എവരിതിങ് ഈസ് ദെയർ. പക്ഷേ അത് ഒരു പരിധിവരെ ഡിസ്കാർഡ് ചെയ്തു ബിക്കോസ് ഓഫ് ദ റീസൺ വെൻ ദർ ആർ ഡീറ്റെയിൽസ്, വെൻ ഡൈങ് ഡിക്ലറേഷൻ ഈസ് ഗിവൺ ടച്ചിങ് ഓൺ ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഓർ ഇൻസിഡന്റ്. അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ല. പക്ഷെ അതുകൊണ്ട് ഡൈങ് ഡിക്ലറേഷൻ പോകുമെന്നും അർത്ഥമില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നില്ലേ, ഇറ്റ് ഷുഡ് ബി അറ്റ് ദ എക്സ്പെക്ടേഷൻ ഓഫ് എ പേഴ്സൺ എക്സ്പെക്ടിങ് ഡെത്ത്.
ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് അത് കുറെ ചേർത്ത് അത് പോവുക. ഗോട്ട് ദ പോയിന്റ്. ഡീറ്റെയിൽ ആയിട്ടോ അണ്ടർ എക്സ്പെക്ടേഷൻ ഓഫ് ഡെത്ത്. ഡെത്ത് വീട്ടിലായിരിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്. Shall not be. It should be free from any kind of compulsion and tutoring. Long delay in giving dying declaration from the time of incident would reduce its probative value. മൊത്തത്തിൽ പോകുന്നില്ല, ഡിലേ, അൺഎക്സ്പ്ലെയിൻഡ് ഡിലേ ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പൊ ലാസ്റ്റായിട്ട് വന്ന് ഇവോൾവ് ചെയ്ത് എന്ന ന്യൂ ടെൻസ് എന്ന് പറഞ്ഞതിൽ വരുന്നതാണ്. It must be by a person who is competent to depose. ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് competent to depose as a witness. എന്ന് വെച്ചാൽ the person who received the dying declaration, not the person who had given. The person who received the dying declaration must always be a competent witness. വെള്ളമടിച്ച് കളയുന്ന 4 കാര്യം നടക്കുന്നതിന്റെ കൊടുത്തു കഴിഞ്ഞാൽ പോകാം. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഒരു ഇഷ്യൂ വന്നത് നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്. 27 സ്റ്റേറ്റ്മെന്റ് ഫോറസ്റ്റ് ഓഫീഷ്യലിന്റെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു നേരത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞില്ല. ഇവിടെ അതിനൊരു ആൻസർ ഉണ്ട്. കോമ്പിറ്റന്റ് വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ ഷുഡ് ബി എ പേഴ്സൺ കേപ്പബിൾ ഓഫ് ഗിവിംഗ് എവിഡൻസ് ഡയറക്ട്ലി. അതാണ് പുതിയ. എ പേഴ്സൺ ഹു റിസീവ് ദ ഡെഡ് ഡിക്ലറേഷൻ മസ്റ്റ് ബി എ കോമ്പിറ്റന്റ് വിറ്റ്നസ് ആൻഡ് ഹിസ് ക്രെഡിബിലിറ്റി ഷുഡ് ബി പ്രൂവ്. എ റൈഡർ, എത്തുന്ന റൈഡർ, അയാളുടെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യണം. അപ്പൊ ടു ഹൂം ദ ഡൈൻ ഡിക്ലറേഷൻ വാസ് ഗിവൺ റെക്കോർഡ്, he must be a competent witness, an independent witness, and his evidence should be credible. But additional ആയിട്ട് 2 ഗ്രൗണ്ടോട് വന്നിരിക്കും. See, dying declaration given before a police officer. ഞാൻ നേരത്തെ പറഞ്ഞ 27 കാര്യം പറഞ്ഞതാണ്. Dying declaration given before a police officer, can it be accepted? കൺഫെഷനും ഡിക്ലറേഷനും രണ്ടാണ്. 27 എന്ന് പറഞ്ഞാൽ കൺഫെഷൻ ആണ് പറയുന്നത്. കൺഫെഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ അക്യൂസ്. Dying declaration എന്ന് പറഞ്ഞാൽ is a statement given by whom? The victim. അപ്പൊ അവിടെ ഒരു ബാറില്ല. Got the point? ആ 25-ന്റെയോ 26-ന്റെ ബാർ അവിടെ വരുന്നില്ല. ആ ബാർ it will operate only with the statement which was given by the accused while under police custody and will not operate against the statement given by the victim even before a police officer. Is admissible substantive piece of evidence. Got the point? Okay then. Who is the most competent person to record dying declaration? It's my shade. And the evidentiary value എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. 164 പാർട്ട് 2 CRPC. നിങ്ങളത് വായിച്ച് നോക്കണം. 164 പാർട്ട് 2 ആണോ 1 ആണ് മാഡം? പാർട്ട് 2 or 1 CRPC 160. വൈഷട്ടന്മാരുണ്ട്. ഓക്കെ, 164 അല്ലേ? Is it correct? Yes, okay. 164. അതിന്റെ എവിഡൻഷ്യറി വാല്യൂ എന്ന് പറഞ്ഞാൽ
പ്രൊബേറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, വളരെ കൂടുതലാണ്. ഓക്കെ, ഇനിയിപ്പോ അതാ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ റീസെന്റ് ആയിട്ട് വന്ന ഒരു ഡെവലപ്മെന്റ് ആണ്, ഒരു ചേഞ്ച് ഇൻ ദ ലീഗൽ പൊസിഷൻ. അതായത് ടു ഹൂം ദ ഡൈൻ ഡിക്ലറേഷൻ വാസ് ഗവൺ. ഞാൻ ഫോറസ്റ്റ് ഓഫീസറിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഭാഗത്തേക്കാണ് വരുന്നത്. ടു ഹൂം ദ ഡൈൻ ഡിക്ലറേഷൻ വാസ് ഗവൺ, അത് he should be a person, he should be ആദ്യം നമ്മൾ പറഞ്ഞു he should be a competent witness. ഇപ്പൊ സെക്കൻഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് must be a person impelling confidence. That's the word used by the episcopal. Impelling confidence. Impelling confidence stands for the person who had given statement. The victim. So victim must have some confidence towards the person to whom the dying declaration was given. Got the point? അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചൊന്ന് പോവാൻ 27ലേക്ക്. 27 ഇറ്റ് മസ്റ്റ് ബി അതിന്റെ ആ പ്രൊഹിബിഷൻ 25 and 26, that is only pertaining to police official while under custody, cannot be extended to a forest officer. You got it? Forest officer is not a police officer. പക്ഷെ എപ്പിസ്കോപ്പൽ പറഞ്ഞു പോലീസ് ഓഫീസറിന്റെ എല്ലാ സർവ പവറുകളും അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ he should be a person akin to that of a police officer. അങ്ങനെയാണെങ്കിൽ the war would come into play. അങ്ങോട്ട് നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് പോകണ്ട. This is the principle. You got it? Any doubt? Any doubt from any corner? No. Okay. ഇനി നമുക്ക് തിരിച്ച് താഴോട്ട് പോവാം. ഓക്കെ, 24, 25, 26, 27 and 32. ഇനി നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് പോകുമ്പോൾ ഫസ്റ്റ് വൺ അറസ്റ്റ് ജസ്റ്റ് സെക്ഷൻ 6 എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ മെറ്റീരിയൽ ഇൻഗ്രീഡിയന്റ് വിച്ച് വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അറസ്റ്റ് ജസ്റ്റ്? എനി ജൂനിയർ അഡ്വക്കേറ്റ്? What is the material ingredient which would constitute arrest justice? Section 6 ഒന്ന് ഡിസ്പ്ലേ ചെയ്തോ. സെക്ഷൻ 6 നോക്ക്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ you will get it. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. Arrest justice. It should be part of the same transaction. Something spoken, something happened. As part of the transaction, what transaction? The alleged incident, the occurrence. You got it? You got it? ഇപ്പം 4 പേര് കൂടി ഒരാളെ വീട്ടിൽ കയറി ആക്രമിക്കുകയും അതിൽ നിലവിളിക്കുകയാണ്, യോ എന്നെ ഇന്ന ആൾക്കാർ വെട്ടുന്നേ കൊല്ലുന്നേന്ന് വിളിക്കുക. അത് കേട്ട് വേറൊരാൾ കേൾക്കുന്നത് ദൂരെ നിന്ന്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ഫാൾ വിത്തിൻ ദ മിസ്റ്റീഫ് ഓഫ് ഹിയർസേ. അതല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത വീട്ടുകാരുടെ ഓടിക്കയറി ബ്ലഡും ഒക്കെ ആയിട്ട് എന്നിട്ട് പറയുന്നത് ഇന്ന ആൾക്കാർ എന്നെ വെട്ടി, അവ അവിടെ വീണ് ചത്തു. അവിടെ ഇപ്പൊ വേറെ ഇഷ്യൂ കൂടെ വരുന്നുണ്ട്. അത് ഡൈൻ ഡിക്ലറേഷൻ ആവുമോ അല്ലയോ? അത് പോട്ട് അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ഇൻസിഡന്റ് മരിച്ചെന്ന് വിചാരിക്കുക. അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഫാൾ അണ്ടർ സെക്ഷൻ 32 ഡൈൻ ഡിക്ലറേഷൻ. ഇമ്മീഡിയറ്റ് ആണെങ്കിൽ. അതല്ല പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് നമ്മളെ കൂടുതലുള്ള സ്ഥിതിയൊക്കെ അറിയാമല്ലോ, 15 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം അതിനിടയ്ക്ക് വെച്ച് അയാൾ മരിച്ചുപോയി.
എന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് പ്ലേസ് ആവാം, ഡിഫറെന്റ് ടൈം ആവാം, ബട്ട് ഇറ്റ് ഷുഡ് ബി, നോക്കുക സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കി, ഇറ്റ് ഷുഡ് ബി ദ പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ. അത് ഇൻഡിവിജ്വൽ പാർട്ട് ആണോ എന്ന് പറയുന്നതില്ല, മസ്റ്റ് ബി ദ പാർട്ട്. റെസ്റ്റ് ജസ്റ്റ് relevancy of facts forming part of same transaction, fact which though not in issue are so connected with the fact in issue as to form part of the same transaction are relevant, whether they occur at the same time, place or at different time and places. Occurrence wise എന്ന് പറഞ്ഞാൽ വിക്ടിമിന്റെ വീടാണ്, അവിടെ വെച്ച് തന്നെ നടക്കണമെന്നില്ല, അയാൾ ഓടിച്ചെന്ന് അടുത്ത വീട്ടുകാരന്റെ വീട്ടിൽ കയറി, മനസ്സിലായി? അപ്പൊ ആ സമയം കഴിഞ്ഞു, ഡിഫറെന്റ് പ്ലേസുമായി ഡിഫറെന്റ് ടൈമുമായി, ബട്ട് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ. രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷന്റെ പാർട്ടാണ്. എവരി ആക്ട് either from the part of accused or from the victim will form part of the same transaction. That is the principle. രക്ഷപ്പെടാൻ വേണ്ടി ഒരു വടിയെടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻ അടിക്കുന്നു, എന്ത് ചെയ്താലും ശരി എന്നാ, അല്ലെങ്കിൽ കിണറ്റിൽ ചാടുന്നു, അല്ലെങ്കിൽ കായലിലേക്ക് ചാടുന്നു, ഇതെല്ലാം പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ ആണ്. ആ പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലിങ്ക്ഡ്, ഇൻഡിവിസിബിളി ലിങ്ക്ഡ്. ക്രൈം മേ ബി എ ഡിഫറെന്റ്, ഒരു പാർട്ട് തന്നെ ആയിരിക്കും ക്രൈം, ആ ക്രൈമിന്റെ പാർട്ടായിരിക്കില്ല ഇത്, പക്ഷെ ട്രാൻസാക്ഷൻ ഈസ് വൺ ആൻഡ് ദ സെയിം, പാർട്ട് ഓഫ് ദ വെരി സെയിം ട്രാൻസാക്ഷൻ. Act on the part of the victim to escape from the occurrence place is also part of the same transaction. റെസ്റ്റ് ജസ്റ്റ് ഡോക്ടറിന്റെ ഒരുപാട് എക്സാമ്പിളും ഡിസിഷൻസ് ഒക്കെ ഉണ്ട്, നോക്കുക. ഞാൻ ഈ ഡിസിഷൻ ഒന്നും എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഡിസിഷനൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സമയം തികയാതെ വരും. നീ 7 ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. 8 അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, മോട്ടീവ് പ്രിപ്പറേഷൻ ആൻഡ് കോണ്ടാക്ട്. കോണ്ടാക്റ്റിന് തന്നെ 2 എണ്ണം ഉണ്ട്, പ്രീവിയസ് കോണ്ടാക്റ്റും സബ്സിക്വന്റ് കോണ്ടാക്ട്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സാധാരണ ഇറ്റ് വിൽ ബി പ്രീവിയസ് പ്രിപ്പറേഷൻ ഫോർ കമ്മീഷൻ ഓഫ് ഓഫൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് എ സോഡ് ഫ്രം ദ നിയർ ബൈ ഷോപ്പ് just 1 week before the incident, or 3 swords or knife from a shop by the accused. Identification, അത് പ്രിപ്പറേഷനിലാണ് വരുന്നതാണ്. പ്രിപ്പറേഷനിലാണ് വരുന്നത്. പ്രീവിയസ് കോണ്ടാക്ട് ആൻഡ് സബ്സിക്വന്റ് കോണ്ടാക്ട്.